ഹായ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒഇടിയുടെ സ്പീക്കിംഗ് സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ്. ഒഇടിയുടെ സ്പീക്കിംഗ് സബ്ജക്റ്റിൽ നിങ്ങൾക്ക് എങ്ങനെ നല്ല സ്കോറോടുകൂടി പാസ്സാകാനായിട്ട് സാധിക്കും, അതിനുവേണ്ടി നിങ്ങൾ ഒഇടിയുടെ സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? സൗണ്ട് മോഡുലേഷൻ. എന്താണ് സൗണ്ട് മോഡുലേഷൻ? നമ്മളെല്ലാവരും നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പഠനത്തിന്റെ ആവശ്യങ്ങൾക്കായിട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുള്ള വ്യക്തികളായിരിക്കും അല്ലെ. അങ്ങനെ മാറി നിൽക്കുമ്പോൾ നമ്മുടെ അപ്പച്ചനും അമ്മച്ചയൊക്കെ നമ്മളെ വിളിക്കുമ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടാവാം, മോനെ നിന്റെ സൗണ്ട് എന്താ മാറിയിരിക്കുന്നത്, അല്ലെങ്കിൽ മോളെ നിനക്ക് എന്താ പറ്റിയ, പനിയുണ്ടോ, തലവേദനയുണ്ടോ എന്നൊക്കെ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടാവും അല്ലെ. അങ്ങനെ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അകലങ്ങളിലായിരിക്കുന്ന അപ്പച്ചനും അമ്മയും എങ്ങനെയാണ് നിങ്ങളുടെ അപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കിയത്? തീർച്ചയായിട്ടും നിങ്ങളുടെ സൗണ്ടിൽ നിന്ന് വന്ന ചെറിയ മാറ്റങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ്. ഇത് തന്നെയാണ് സൗണ്ട് മോഡുലേഷന്റെ ബേസിക് തിയറി. ഒഇടിയുടെ സ്പീക്കിംഗ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, സ്പീച്ചിന്റെ വേദനകൾ നിങ്ങൾ അഡ്രസ് ചെയ്യുമ്പോൾ അതൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പേഷ്യന്റ് തോന്നത്തക്ക രീതിയിൽ നമ്മൾ അതിന് റിപ്ലൈ കൊടുക്കുമ്പോഴാണ് നല്ലൊരു സൗണ്ട് മോഡുലേഷൻ നിങ്ങൾക്ക് വരുത്താനായിട്ട് സാധിക്കുന്നത്. ഉദാഹരണത്തിന് നിങ്ങളിപ്പോ പേഷ്യന്റിനോട് ചോദിക്കുകയാണ്, how are you feeling today? Nurse, I have been feeling feverish and I have a lot of pain. James, I can certainly understand your concern and I know that you have fever and pain. Try not to worry. Now I'm going to explain to you about your treatment plan. Is that okay? See, വേറൊരു സിനാരിയോയില് നമ്മൾ പേഷ്യന്റിനോട് ചോദിക്കുകയാണ്, ജെയിംസ്, will you able to quit your smoking and control your alcohol intake? Nurse, I will try to do that. James, that's a good decision from your side. I really appreciate it. See, ഈ രണ്ട് കോൺവെർസേഷനും നിങ്ങൾ ഒന്ന് കമ്പയർ ചെയ്താൽ തീർച്ചയായിട്ടും സൗണ്ട് മോഡുലേഷനെ കുറിച്ചുള്ള ഒരു ചെറിയ ഐഡിയ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരും എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ സൗണ്ട് മോഡുലേഷൻ ഓരോ ബുള്ളറ്റ് പോയിന്റിലും ഓരോ സെന്റൻസിലും ഒഇടിയുടെ റോൾ പ്ലേയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സ്കോറോട് കൂടി തന്നെ ഒഇടിയുടെ സ്പീക്കിംഗ് പാസ്സാകാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അതേപോലെ തന്നെ ഈ വീഡിയോ കേൾക്കുന്ന ആർക്കെങ്കിലും ഒഇടിയുടെ സ്പീക്കിംഗ് ഇതുവരെ പാസ്സാകാനായിട്ട് സാധിച്ചില്ല, അല്ലെങ്കിൽ ഈ ഒരു സ്പീക്കിംഗ് പേടിച്ചിട്ടാണ് നിങ്ങൾ ഒഇടി പഠിക്കാതിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുക. 1 or 2 ഡെമോ ക്ലാസ് എടുത്ത് തന്നതിന് ശേഷം മാത്രം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് ഞങ്ങളോടുകൂടെ സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നിങ്ങളെ ചെയ്യിപ്പിച്ചെടുക്കാനുള്ള ഫോർമാറ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ബന്ധപ്പെടുക. ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഇതുപോലെ വ്യത്യസ്തമായ കുറച്ച് വീഡിയോസുമായിട്ട് ഇനിയും വരാനായിട്ട് ശ്രമിക്കുന്നതാണ്. താങ്ക് യു സോ മച്ച് for watching my video. This is Shio from Anna OIT Academy, Angamali.